മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന് മാസങ്ങൾ ഒരുപാട് പിന്നിട്ടു. രംഗസ്വാമി എന്ന് പറയുന്ന സഹോദരൻ താഞ്ഞിലോട് പള്ളിപ്പറമ്പില് മീസാൻ കല്ലുകൾക്കടിയില് ഇത്രയും മാസങ്ങൾ ഉറങ്ങുകയായിരുന്നു. DNA ടെസ്റ്റ് നടത്തി ഇന്നാണ് റിസൾട്ട് വന്നത്. ആ മൃതശരീരം ആ താഞ്ഞിലോട് പള്ളിപ്പറമ്പിലെ മീസാൻ കല്ലുകൾക്കടിയിൽ നിന്ന് പ്രിയപ്പെട്ട വൈറ്റ്കാണിന്റെ അംഗങ്ങള് കൈകളിൽ ചേർത്തു പിടിച്ച് പുത്തുമലയിലെ പൊതുശ്മശാനത്തിൽ കൊണ്ടുപോയി അവിടെ പുതിയ വീടൊരുക്കി രംഗസ്വാമിയെ അതിലേക്ക് മാറ്റിക്കെടുത്തുന്ന മനോഹരമായ ദൃശ്യങ്ങള്. പ്രിയപ്പെട്ട വൈറ്റ്കാടിന്റെ അംഗങ്ങളെ, നിങ്ങളെ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടത് എന്നറിയില്ല. അള്ളാഹു നിങ്ങൾക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. കേരളത്തില് അങ്ങിങ്ങായി മതവെറിയുടെ മാറാപ്പ് പേറി നടക്കുന്നവരെ, നിങ്ങൾ ഇതൊന്ന് കാണുമോ? നാളെ നമുക്ക് വേണ്ടി ഇതുപോലെ ആരാണ് ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തിനാണ് ഈ മതവെറിയുടെ പേരിൽ, വർഗവിദ്വേഷത്തിന്റെ പേരിൽ പരസ്പരം കലഹിക്കുന്നത്?